ലഹരിയും വേണ്ട ലഹളയും വേണ്ട നമ്മുടെ ക്യാമ്പയിൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ശ്രീ ആൻറ്റോ, ഇപ്പോൾ നമ്മൾ മഞ്ചേരിയിൽ നിന്നിപ്പോൾ മഞ്ചേരിയിൽ നിന്നും അരീക്കോടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയും വേണ്ട ലഹളയും വേണ്ട ക്യാമ്പയിൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ മലബാറിനെ സംബന്ധിച്ച് ഇപ്പോൾ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ പൊതുവേ കടകളെല്ലാം അടഞ്ഞ് റോഡ് ശൂന്യമായിരിക്കും. പക്ഷെ നമ്മൾ മഞ്ചേരിയിൽ അതല്ല കണ്ടത്. വൻ ജനക്കൂട്ടം, ജനസാഗരം എന്നൊക്കെ പറഞ്ഞ സ്ത്രീകളടക്കം വരുന്നു. മെക്സവൻ്റെ ഒരു സംഘം, യുവാക്കളുടെ ഒരു സംഘം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു സംഘം, വ്യാപാരി വ്യവസായികളുടെ ഒരു സംഘം, അതിൽ യുവാക്കളുമുണ്ട്, പ്രായമായവരും എല്ലാവരും ചേർന്നൊരു സംഘം. അവിടെ ഒരു ആവേശം, ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രചോദനമുണ്ട്. നമ്മളിത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ല, നമ്മൾ ഈ യുദ്ധം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പ്രചരണങ്ങളും ഏറ്റെടുക്കുന്ന ഏതെങ്കിലും ഒരു ബേസിലാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ. കുറച്ച് നാളുകളായി ലഹരിയായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ്, വയലൻസിനെ കുറിച്ചുള്ള വലിയ ചർച്ചകളാണ്. അപ്പം ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോൾ സാധാരണ നമ്മളൊരു ആശങ്കയുണ്ടായിരുന്നത് മലപ്പുറത്ത് നോമ്പാണ്, അതുകൊണ്ട് ജനപങ്കാളിത്തം കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഞ്ചേരി ആയിരക്കണക്കിന് ജനങ്ങളാണ് വന്നിരിക്കുന്നത്. അത് എല്ലാ വിഭാഗങ്ങളും സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും എക്സവനും യുവാക്കളും സ്ത്രീകളുടെ വലിയ രീതിയിൽ ഇത് വിമൻസ് ഡേ കൂടെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ സ്ത്രീകളും കൂടെ വന്നിരിക്കുന്നു. അപ്പം വലിയ രീതിയിലുള്ള ഒരു ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാകുന്നത് ആ കാര്യത്തിൻ്റെ അകത്ത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലഹരിയെ ഈ നാട്ടിൽ നിന്നും തുരത്തുക എന്നുള്ളത് പൊതുജനങ്ങളുടെ ആവശ്യമാണ്. കാരണം ജനങ്ങളുടെ ആവശ്യം തന്നെയാണ്. കാരണം ആരെങ്കിലും ഇതിനൊന്ന് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇതൊരു ക്യാമ്പയിനായി മുന്നോട്ട് വരും. റിപ്പോർട്ടർ ടി വിയാണ് ആദ്യം ഈ ക്യാമ്പയിൻ മുന്നോട്ട് തുടങ്ങിയതും ഇത് നടത്തിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചതും റിപ്പോർട്ടർ ടി വിയാണ്. റിപ്പോർട്ടർ ടി വി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യ പടിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മഞ്ചേരിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ആദ്യത്തെ ദിവസമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് മുഴുനീള പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് വിമൻസ് ഡേ ആണ്, അതിൻ്റേതായ പ്രോഗ്രാമുകളുണ്ട് ജനങ്ങൾക്ക്. ഇതിൽ കൂടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ്. ഓരോ നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ, റോഡ് സൈഡിലുള്ള ആൾക്കാർ നമുക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ലഹരി ഈ നാട്ടിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ജനങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ ഈ ലഹരി ഉപയോഗം ഒരു പുതിയ സംഭവമല്ല. പക്ഷേ അതിൻ്റെ കണക്കുകൾ, ഇങ്ങോട്ടേക്ക് വരുന്ന ലഹരിയുടെ കണക്ക്, അത് ഉപയോഗിക്കുന്നവരുടെ കണക്കൊക്കെ വല്ലാതെ ഞെട്ടിക്കുന്ന രൂപത്തിലാണത്. മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറയുന്നുണ്ടല്ലോ, ഈ വർഷം പിടിച്ചെടുത്ത ലഹരിയുടെ കണക്കടക്കം പറയുമ്പോൾ നമ്മൾ ഭയക്കുന്നൊരു കണക്കാണത്. യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയായിരിക്കും? സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പയിനുണ്ട്, അതായത് യുവാക്കൾക്കിടയിൽ ക്യാമ്പയിൻ നടത്താം. ഇപ്പോൾ ഈ ക്രൈമിലേക്ക് വന്നുകൊണ്ടാണോ ഇത്രയും ആളുകൾ ഇത് നമ്മുടെ തന്നെ പ്രശ്നമാണ്, ഇത് സർക്കാർ ചെയ്യേണ്ടതാണ് എന്ന രൂപത്തിലല്ല, നമ്മൾ തന്നെ ഇറങ്ങേണ്ടതുണ്ട് എന്നൊരു ബോധം ആളുകൾക്ക് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? നിശ്ചയമായും. യഥാർത്ഥത്തിൽ ലഹരി ഉപയോഗം എന്ന് പറയുന്ന ഒരു പുതിയ പ്രതിഭാസമല്ല, സ്മൃതി പറഞ്ഞ കണക്ക്. പക്ഷേ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു ക്രൈം സൊസൈറ്റിയിലേക്ക്, ഒരു ക്രിമിനൽ സൊസൈറ്റിയിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് വലിയ ത്രെട്ടാണ്. അത് ജനങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കാരണം പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ 1-2 മാസത്തിനകത്ത് ലഹരി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങൾ എത്രയാണ്. അത് ആ കൊല്ലപ്പെടുന്നത് ആരാണ്? കൊല്ലപ്പെടുന്നത് അച്ഛനും അമ്മയും സഹോദരങ്ങളുമൊക്കെയാണ്. അതായത് ലഹരി എന്ന പ്രശ്നം ഒരു കുടുംബ പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ്. ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രൈമായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചെറിയ ത്രെട്ടല്ല എന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ട്. കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, 6ാം ക്ലാസ്സിലെ പഠിക്കുന്ന പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ സഹോദരൻ 9ാം ക്ലാസ്സിലെ ആൺകുട്ടി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അത് ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ ഏത് രൂപത്തിലേക്ക് അത് മാറുന്നു. മാത്രമല്ല ഈ ക്രൈമിൻ്റെ ഒരു പൊതു സ്വഭാവം നോക്കിയേ, നിങ്ങൾ എങ്ങനെയാണ് ഒരാളെ കൊല്ലുന്നത്? അത് ഈ ചുറ്റിയെ കൊണ്ട് അടിച്ചു കൊല്ലുക തലയ്ക്ക്, അല്ലേ? അതേപോലെ തന്നെ ഭയങ്കര അതാണ്. അപ്പം ആ വയലൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ളൊരു വയലൻസ് അല്ല, അത് അങ്ങേയറ്റം ക്രൂരമായ വയലൻസ് ആണ്. അത് സ്വാഭാവികമായ ഒരു മനസ്ഥിതിയിലുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷൻ്റെയോ ഒരു പ്രകോപനത്തിൻ്റെയോ ഭാഗമായിട്ട് ഒരാൾ ഒരു കത്തിയെടുത്ത് മറ്റൊരാളെ കുത്തിക്കൊല്ലുന്നത് പോലെയോ ഒരു കല്ലെടുത്ത് തലക്കടിച്ച് കൊല്ലുന്നത് പോലെയോ അല്ല ഇത് അങ്ങേയറ്റം ക്രൂവലായിട്ടാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലും ഇതൊരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ കുട്ടികൾ ഏത് രീതിയിലാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു ഗുഡ് സൈനാണ്, അതൊരു നല്ല സൈനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ നോമ്പുകാലമാണെന്ന് പറയുന്നത്. നോമ്പുകാലമായാൽ പോലും ജനങ്ങൾ ഇറങ്ങി നിൽക്കും ഈ കാര്യത്തിനകത്ത്. കാരണം ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ആ എല്ലാവരുടെയും പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കും. അതാണ് നമ്മളിപ്പോൾ ഈ യാത്രയിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മലപ്പുറത്ത് നമ്മൾ പരിപാടി സംഘടിപ്പിക്കാൻ നമുക്കുണ്ടായിരുന്ന ഒരു ആശങ്ക എന്താ?
നോമ്പുകാലമാണ്, ആളുകൾ വരുമോ എന്നുള്ളതാണ്. എന്താ നമ്മൾ കണ്ട സ്ഥിതി? 6 മണിക്ക് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതാണ് കണ്ടത്. നമ്മൾ ആരെയും സംഘടിപ്പിക്കാൻ പോയിട്ടില്ലല്ലോ, ആളുകൾ സ്വമേധയെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് ഈ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്മൃതി, തീർച്ചയായും ഇപ്പോൾ എക്സൈസ് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം സിനിമാ താരങ്ങളടക്കം ആ നമ്പർ ആളുകളെ അറിയിക്കുന്നു, ഇതിൽ വിളിച്ചു പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കും ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഈ ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിന് ഒറ്റയ്ക്കുള്ള ജോലിയല്ല എന്ന് നമ്മൾ പറയുമ്പോഴും എത്രത്തോളം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്യുപ്ഡ് ആണോ എന്നൊരു വിഷയമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു റെയ്ഡിന് പോയ എക്സൈസ് ഉദ്യോഗസ്ഥരെ ലഹരി മാഫിയ സംഘം ആക്രമിക്കുകയാണ്. അവർക്ക് അവിടെ റെയ്ഡ് നടത്താൻ പറ്റാത്ത രീതിയിൽ അതുകൂടി സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. അക്രമവുമായി ബന്ധപ്പെട്ട് അക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിക്കുന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എക്സൈസിന് ഒന്നും ചെയ്യാനില്ല. കാരണം അവർ എന്ത് ഉപയോഗിച്ചിട്ടാണ് ആക്രമിക്കുന്നതെന്ന് ഒരിക്കലും എക്സൈസുകാർക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, അവരെ കൊണ്ട് എല്ലാ പരിമിതിയുണ്ട്. ഈ ലഹരിനെ നാട്ടിൽ നിന്നും ഒഴിവാക്കുക, പിന്നെന്താണ് വയലൻസിനെ ഒഴിവാക്കുക എന്നൊക്കെ ചെയ്യാൻ പറ്റുന്നത് ജനങ്ങൾക്കാണ്. ജനങ്ങൾ മുന്നിട്ട് ഇറങ്ങാൻ മാത്രമേ. കാരണം നമ്മൾ മെയ്ഡ് ഡെഡ്ലെസ്സൊക്കെ പറയുന്ന പോലെ ഓരോരുത്തരും പോലീസ് ആവണം. ഈ കാര്യത്തിൻ്റെ അകത്ത് വീട്ടിൽ പോലീസ് ഉണ്ടാവണം, നാട്ടിൽ പോലീസ് ഉണ്ടാവണം, എല്ലാം തുറന്നു വെച്ച ക്യാമറകളായിരിക്കണം ഇതിന് മുന്നിൽ. നമ്മൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങാനുള്ള കാരണം തന്നെ ഈ കുടുംബങ്ങളിലേക്ക് ലഹരി എത്തി എന്നുള്ളതാണ്. ചെറിയ കുട്ടികളിലേക്ക് എത്തി, 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ കാര്യത്തിനാണ് ഇത് നമ്മൾ കേൾക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ നാട്ടിൽ നിന്ന് ലഹരിയെ മുക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്നൊരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം നോമ്പ് കഴിഞ്ഞിട്ട് സാധാരണ തുടങ്ങാറുള്ളൂ. കാരണം ഇത്രയും ഒരു ദിവസം പോലും ഇതിന് വൈകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തുടങ്ങിയതും. അത് കോഴിക്കോടേക്ക് പിന്നെ ഇത് ജനപങ്കാളിത്തം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ മലപ്പുറത്ത് ഈ സമയത്ത് നടത്തണം. എന്നാൽ കാരണം എത്ര അധികം ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്.